ഞാൻ അശ്വതിയാണ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, നേരം പരപരാന്ന് വെളുത്തിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എപ്പോഴേക്കും കുളിച്ച് ഒരുങ്ങി പുറപ്പെട്ട് നമ്മൾ പോവാണ്. എങ്ങോട്ടാണെന്നല്ലേ? അമ്പലത്തിലേക്കാണ് കേട്ടോ. ശില്പ വന്നിട്ട് അവളെയും കൊണ്ട് എല്ലാ വീക്കെൻഡിലും പുറത്ത് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഈ വീക്കെൻഡ് നമ്മൾ പോകുന്നത് ദുബായിലുള്ള അമ്പലത്തിലേക്കാണ്. നമ്മൾ താമസിക്കുന്ന അജ്മാനിലാണ്. അപ്പം അജ്മാനിൽ നിന്ന് ഏകദേശം ദുബായിലുള്ള ഈ ടെമ്പിളിലേക്ക് ഏകദേശം ഒരു 1 hour ജേണി ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് തുത്തുക്കുട്ടി ഉറക്കത്തിൽ നിന്നൊക്കെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രെഡും ജാമൊക്കെയാണ് കഴിച്ചത്. വണ്ടിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തയ്ക്ക് നല്ലോണം വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി ആയിട്ടുള്ളൊരു പ്ലസൻറ്റ് ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചും ഓരോന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പോകുന്നത്. ദുബായിയുടെ എയർപോർട്ട് സൈഡിലൂടെയൊക്കെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന സ്റ്റേഡിയത്തിൽ നമ്മൾ പണ്ടൊരു ക്രിക്കറ്റ് കളി കാണാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഐ തിങ്ക് ഇന്ത്യയും ബംഗ്ലാദേശും കൂടിയുള്ളൊരു കളിയായിരുന്നു കേട്ടോ. തുത്തുക്കുട്ടി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് എത്താറാവും തോറും നല്ല വെയിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിന്റെ അടുത്തുണ്ടല്ലോ, എത്താറായപ്പോൾ നിറയെ ചർച്ചുകളായിരുന്നു കേട്ടോ. ഓരോരോ വിഭാഗക്കാരുടെ ആണെന്ന് തോന്നുന്നു. ക്രിസ്ത്യൻ ചർച്ചുകൾ ഒത്തിരി ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ആ കാണുന്ന വൈറ്റ് കളറിലുള്ളതാണ് അമ്പലം. ആക്ച്വലി നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് ഇവിടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു അമ്പലത്തിന്റെ ഫീലൊന്നും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇവിടുത്തെ അമ്പലത്തിലെ ഇപ്പോൾ നമ്മുടെ ഭഗവാനെയൊക്കെ വെച്ചിരിക്കുന്നതാണെങ്കിലും എല്ലാം ഒരു വേറെ വേറെ സ്റ്റൈലായിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് വളരെ പീസ്ഫുൾ ആണ്. അകത്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് തൊഴാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ ഗുരുവായൂരപ്പനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരുപാട് ദൈവങ്ങൾ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയ സ്ഥലത്ത് മാത്രമേ ഫോട്ടോഗ്രാഫി നമ്മൾ എടുത്തിട്ടുള്ളൂ. അകത്തേക്കൊന്നും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. അകത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എല്ലാ ഭഗവതിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതും ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പ്രസാദമായിട്ട് ഒരു റവ കുഴച്ച പോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ. മധുരമൊക്കെ ആയിട്ടുള്ള സ്വീറ്റൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ശില്പക്കുട്ടിക്ക് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പൊതുവേ അത് അങ്ങനത്തതൊന്നും കഴിക്കാറില്ല. പക്ഷെ പ്രസാദമായതുകൊണ്ട് നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്ലീവ്ലെസ് ആയതുകൊണ്ട് എനിക്കൊരു ഷോളും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അവർ പൊതിക്കാനായിട്ട്. തിരിച്ചു വരുമ്പോൾ ആരും ഇത് വാങ്ങാനുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപാടെ ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ? ഐക്യാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഏട്ടൻ പറഞ്ഞു നമുക്ക് ഐക്യയിലും കൂടെ കയറിയിട്ട് പോകാമെന്നല്ല കേട്ടോ. അപ്പോൾ ഐക്യ പോലുള്ളൊരു സ്ഥലത്തൊക്കെ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് പോലും ശരിക്കും ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ. അതിന് മാത്രം സാധനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഐക്യ ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടാകും. പക്ഷെ ഞാൻ പോയിട്ടില്ല കേട്ടോ ഐക്യയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഐക്യയിലും കൂടെ കയറിയത്. ഇതൊക്കെ ഡ്രൈഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ എവിടെ പോയാലും പെർഫ്യൂം വാങ്ങുന്നൊരു ശീലമുള്ളത് കൊണ്ട് തന്നെ പെർഫ്യൂമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പരതി നടക്കുകയാണ് കേട്ടോ, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ. പക്ഷെ തുത്തുക്കുട്ടിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ബ്രെഡ് അവനൊരു ചെറിയ കഷ്ണേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് വിശക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങാം എന്നുള്ള ഒരു രീതിയിലാണ് കയറിയത്. പക്ഷെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കയറി പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഫുൾ കവർ ചെയ്യേണ്ടി വന്നു ആക്ച്വലി. അപ്പോൾ തുത്തുക്കുട്ടി ബെഡൊക്കെ കണ്ടപ്പോൾ കിടക്കണം കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ട് പോലും ഞാനും ശില്പക്കുട്ടിയും മിസ് ചെയ്തില്ല. പിന്നെ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ചേച്ചിക്കാണെങ്കിൽ ചേച്ചി എല്ലായിടത്തും കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ചേച്ചി എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ ചേച്ചിക്ക് വീട് പണി നടക്കുന്നുണ്ട്. വീട് പണി കഴിയുമ്പോൾ ഇതെല്ലാം വാങ്ങിക്കണം എന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ ചേച്ചി കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നതാണ്. ചേച്ചിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആള് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വക സാധനങ്ങളൊക്കെ വീട് പണി നടക്കുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു മൈൻഡിലും കൂടിയാണ് ചേച്ചി ഇതൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ തവണ നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം പർച്ചേസ് ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഏട്ടൻ്റെ ഫ്രണ്ട് അശോകാണ്. അശോക് വന്നപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് ഫോട്ടോ എടുപ്പിക്കലായി കേട്ടോ അശോകിനെ കൊണ്ട്. പിന്നെ തുത്തുക്കുട്ടി ഇടയിൽ വെച്ച് കാണുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കളിക്കുകയായിരുന്നു. ആൾക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആളിതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈഡിലെത്തിയപ്പോൾ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റീലും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ റിയൽ പ്ലാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ദുബായിലോ ഒക്കെ ഉള്ളവർ ഐക്യയിൽ പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് വെറുതെങ്കിലും ഒന്ന് പോയി കാണേണ്ടതാണ് കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
പിന്നെ ഇനി നേരെ കരാമയിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ബിരിയാണി സ്പോട്ട് തിരഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ കരാമയിൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഫുഡിൻ്റെ വേൾഡ് അല്ലേ അവിടെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ബുർജ് ഖലീഫയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താ അല്ലേ തലയെടുപ്പ്. ഇത് ഫ്യൂച്ചർ മ്യൂസിയം ആണ് കേട്ടോ ദുബായിലെ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇത് ആ കാണുന്നത് ദുബായ് ഫ്രെയിം ആണ് കേട്ടോ. പിന്നെ അങ്ങനെ കരാമയിലെത്തി നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ ഏട്ടന് ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കണം എന്നുള്ള ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇത് പാലട ഐസ്ക്രീമാണ് കേട്ടോ. സിൻഡ പാലട ഐസ്ക്രീം എന്നാണ് അതിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ നെയിം. ഞാൻ കഴിച്ചില്ലായിരുന്നു കേട്ടോ. നല്ല കുട്ടിയായ ഐസ്ക്രീം ഒക്കെ ഒഴിവാക്കി ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ പിറ്റത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. ചിക്കനൊക്കെ കഴുകി ചേച്ചി ചിക്കനൊക്കെ വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ പോയി വാങ്ങിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം വിളിച്ച് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവരതേ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അത്. അങ്ങനെ എന്തേ ചിക്കൻ കറിക്ക് വേണ്ടി സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് വാട്ടി പിന്നെ അതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഇട്ടു കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാനും ഉണ്ടാക്കിയത്. പിന്നെ ഇതേ ഞാൻ പൊടിച്ചു വെച്ച ഗരം മസാലയാണ് കേട്ടോ. അതും കൂടി ഇച്ചിരി ഇട്ട് കൊടുത്തു. പിന്നെ ടൊമാറ്റോ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ തുത്തുക്കുട്ടി അതിനിടയിൽ വന്നിട്ട് അവന് കളിക്കാൻ വേണ്ടി എന്തെങ്കിലും തരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാനിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് അടച്ചു വെച്ചു കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുത്തുക്കുട്ടിക്ക് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്പൂണും ഫോർക്കൊക്കെയാണ് കേട്ടോ എടുത്തു കൊടുത്തത് കളിക്കാനായിട്ട്. അവനത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് ഓർത്തു കേട്ടോ. കളിക്കാൻ എന്തോരം ടോയ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ വല്ല സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തുത്തുക്കുട്ടി അതായിട്ട് കുറച്ച് സമയമൊക്കെ ഇരിക്കും കേട്ടോ. നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയാണോ? ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപ്പോഴേക്ക് ചിക്കൻ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ വേറൊരു പണി കൂടി കിട്ടി കേട്ടോ. തുത്തുക്കുട്ടിയുടെ സ്കൂട്ടർ പണി മുടക്കിലായിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് റെഡിയാക്കി കൊടുക്കാതിരുന്നതാണ്. അതിൻ്റെ സ്ക്രൂ ഒക്കെ എടുത്തു കൊണ്ടുവന്ന് അതൊക്കെ റെഡിയാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമായിരുന്നു. അപ്പം പിന്നെ ആണെങ്കിൽ അവനത് വരാന്തയിലിട്ട് ഓടിച്ചിട്ട് അത് അവിടെയൊക്കെ പാടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അറൗണ്ട് ഒരു 1 വീക്ക് ആയിട്ടുണ്ടായിരുന്നു അത് കേടായിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുത്തു കേട്ടോ. ഒന്നുമില്ല, അത് ലൂസായതായിരുന്നു. അപ്പം അതൊന്ന് ഇട്ട് മുറുക്കി കൊടുത്തു. പിന്നെ കറി വറവിടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞെടുത്ത് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതുകൂടെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വേഗം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ ചിക്കൻ കറി ഇഷ്ടപ്പെടുന്ന ആ ഫ്രണ്ടില്ലേ, അവനൊന്ന് ഇത് അയച്ചു കൊടുത്തേക്കണേ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.